2 ആണ്. എനിക്ക് ഇൻട്രോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത് മൊറൈനിലേക്കും ലേക്ക് ലൂയിസും ബാൻഫ് ഗണ്ടോളയാണ്. മൊറൈനിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അതിന് ഞങ്ങൾ മുന്നേ തന്നെ ഷട്ടിൽ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാൻഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ മൊറൈനിലേക്ക് കാണുന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ ഷട്ടിൽ ബസ്സൊക്കെ ബുക്ക് ചെയ്യുക. ഞാൻ ബുക്ക് ചെയ്ത സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വ്യൂ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ 2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈമിനാണ് റിട്ടേൺ എടുത്തത്. പക്ഷേ ഞങ്ങളുടെ പ്ലാനിൽ കനോയിങ് അവിടെ ചെയ്യാമെന്നായിരുന്നു. അവിടെ എത്തിയിട്ടാണ് അറിഞ്ഞത് കേട്ടോ, ഒക്ടോബർ 1 മുതൽ കനോയിങ് മൊറൈൻ ലേക്കിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലോ ചെയ്യില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നേരത്തെ കയറ്റുന്നതാണ് അറിഞ്ഞത്. Just as you're walking down that trail, there's lots of gaps and stuff in the trees where you can kind of walk down onto almost like little beaches by the lake. You get some really cool photos of the mountains and like a different perspective on the glacier as well. അപ്പോൾ മൊറൈൻ ലേക്കിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നും എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ കൺസലേഷൻ ലേക്ക് ഉണ്ട്. അത് ഇത്തിരി ഹൈക്ക് ചെയ്ത് പോകേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ പോവാമായിരുന്നു, പക്ഷേ ഞങ്ങൾ മുകളിലെത്തി വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഹൈക്ക് ചെയ്യാനായിട്ട്, 2 മണിക്കൂറൊന്നും ഹൈക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ കുറേ ആൾക്കാർ തിരിച്ചിറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതാണ് വ്യൂ, മൊറൈൻ ലേക്കിൻ്റെ വ്യൂ. മുകളിലെത്തിയിട്ടുള്ള വ്യൂ ആയിരുന്നു. സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. അത് പെയ്റ്റോ ലേക്ക് പോലെ തന്നെ ആയിരുന്നു, ബ്ലൂ കളർ വാട്ടർ ആയിരുന്നു. പക്ഷേ എങ്കിൽ ചുറ്റും മൗണ്ടെയ്ൻസ് ആയിട്ട് അന്ന് വെയിലുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടെങ്കിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതാണ് താഴെ ഉണ്ടായിരുന്ന വ്യൂ. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് ബാൻഫ് ഗണ്ടോള. ശരിക്കും ഞങ്ങൾ 2:30-ക്കാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു, ജസ്റ്റ് അവിടെ പോയി നോക്കി എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ലേക്ക് ലൂയിസ് വില്ലേജിൽ പോയി. അത് അവിടുത്തെ ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നു. അപ്പം വല്ല റെസ്റ്റോറൻറ്റൊക്കെ തപ്പിപ്പോയതാണ്. ഭയങ്കര റേറ്റാണ് കേട്ടോ ഇവിടെ, പറയാതിരിക്കാൻ വയ്യ. ഒരു ടിമോട്ടൻസോ മെഗ്ഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വില്ലേജല്ലേ, ലേക്ക് ലൂയിസ് വില്ലേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സോവനീഴ്സൊക്കെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് കയറിയതാണ്. ഭയങ്കര റേറ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഒരു ചെറിയൊരു സോവനീർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം ഫോട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ കയറിയപ്പം ഈ ഷോപ്പിൻ്റെ ഓണർ ഞങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്. ഇതാണ് സോവനീഴ്സ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ലേക്ക് ലൂയിസിൻ്റെ പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ നേരെ പോയി. അവിടെ കണ്ടൊരു പട്ടിക്കുട്ടിയെ, നല്ല ഭംഗിയിലെ കാണാൻ. അവരവിടെ ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പാർക്കിങ്ങിൻ്റെ. ഞങ്ങൾക്ക് 2:30-ക്ക് ബാൻഫ് ഗണ്ടോള പോയാൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നേരെ ലേക്ക് ലൂയിസിലേക്ക് തന്നെ പോയി. ലേക്ക് ലൂയിസ് വില്ലേജും ലേക്ക് ലൂയിസും കവർ ചെയ്തു. ഇതായിരുന്നു ലേക്ക് ലൂയിസ്. നല്ല രസമായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ മൊറൈനാണ് ഇഷ്ടപ്പെട്ടത് ലേക്ക് ലൂയിസിനെക്കാട്ടിയും. ഇവിടെ കനോയിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അവിടുന്ന് ലേക്ക് ലൂയിസിൽ തന്നെ വെള്ളമാണ് കേട്ടോ ഇതിങ്ങനെ പോകുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കനോയിങ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ നേരെ കാണുമ്പോൾ മനസ്സിലാവും. സ്നോ സ്റ്റോം ഇറങ്ങുന്നുണ്ടായിരുന്നു. അന്നിത്തിരി ക്ലൗഡി ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് ലോഡ്ജ് ഓഫ് 10 പീക്സ് എന്ന് പറഞ്ഞിട്ട് കാഫറ്റീരിയയിലാണ്. എല്ലാവരും നല്ല രീതിയിൽ വിശന്ന് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ വരുന്നവർ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് എടുത്തോളൂ കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെയൊക്കെ. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ബ്രെഡ് കൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് താഴെയുള്ള ഒരു ഷോപ്പുണ്ട്, അവിടെ തന്നെ താഴെ കാഫറ്റീരിയയുടെ താഴെ തന്നെയുള്ള ഷോപ്പാണ് കേട്ടോ. അവിടെ കുഞ്ഞു നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ഹുഡീസ്, കുഞ്ഞു ഉടുപ്പുകൾ, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും വാങ്ങിയില്ല, നല്ല വിലയായതുകൊണ്ട്. ചുമ്മാ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത് ബാൻഫ് ഗണ്ടോളയിൽ പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ഗണ്ടോളയിൽ പോയി. അവിടെ അകത്ത് കുറച്ച് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറി ചെല്ലുമ്പോൾ. പിന്നെ നേരെ കേബിൾ കാറിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. സമയം ഒട്ടും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു കേബിൾ കാറിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഒരു കേബിൾ കാറിൽ ഞാനും ധനു ഇരുന്നു. വേറൊരു കേബിൾ കാറിൽ അവർ 3 പേരും കൂടി ഇരുന്നു. ഞങ്ങൾക്ക് 5 പേർ കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരെണ്ണത്തിൽ കയറത്തുള്ളായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കയറി പോകുമ്പോൾ.
മഴയുണ്ട്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊന്നും മുകളിൽ നിന്ന് താഴോട്ട് കാണാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനായി, ടിക്കറ്റൊക്കെ മുന്നേ നമ്മൾ എടുത്തു പോയി. അപ്പോൾ പിന്നെ കാണാമെന്ന് വിചാരിച്ചു എന്തായാലും. അങ്ങനെ മുകളിലേക്ക് പോകും തോറും മഴ കൂടിക്കൂടി വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കുറേ കേബിൾ കാർ ഇറങ്ങുന്നുണ്ട്, ഇവിടുന്ന് കുറേ കേബിൾ കാർ മുകളിലേക്ക് പോകുന്നുണ്ട്. കുറേയൊന്നും ആളൊന്നും ഇല്ലാണ്ടുമൊക്കെ പോകുന്നുണ്ട്, ആളുള്ളതായിട്ടും പോകുന്നുണ്ട്. സൈഡിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൈൻമരം ആയതുകൊണ്ട് ഫോൾ കളേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, ഫുള്ള് പച്ച നിറത്തിൽ തന്നെ ഇരിക്കുന്നത്. ഈ മലയുടെ പേരാണ് സൾഫർ മൗണ്ടെയിൻ. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 4 ഫ്ലോറുള്ളൊരു ബിൽഡിംഗ് അവർ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാണാനാണ് ഈ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നത്. അതൊക്കെ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ തന്നെ അവരുണ്ട്. ഞാൻ ടാറ്റയൊക്കെ പറയുക, പക്ഷെ അവർ കാണത്തൊന്നുമില്ലായിരുന്നു. ഇത്രയും കേബിൾ കാറാണ് വരുന്നത്. ഞങ്ങൾ അങ്ങ് ഹൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഹൈറ്റിൽ കയറുമ്പോഴത്തേക്കുണ്ട് മഞ്ഞ് വീഴുന്നു ഗൈസ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, അയ്യോ മുകളിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഈ മലകളൊക്കെ മൂടി മേഘം ഇങ്ങനെ കിടക്കുന്നില്ലേ, ശരിക്കും അവിടെയൊക്കെ മഞ്ഞാണ് വീഴുന്നെന്നുള്ളത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയപ്പോഴാട്ടോ മനസ്സിലായത്. ധനുവിന് ചെറുതായിട്ട് പേടിയൊക്കെ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്കുണ്ട് ഈ മൗണ്ടെയിനിൽ ഇത് ഹൈക്ക് ചെയ്തൊക്കെ ആൾക്കാർ പോവുകയാണ്. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഈ മഴയത്തും മഞ്ഞിലും തണുപ്പിലും ഒക്കെ അവരുടെ വിൽ പവർ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. മഞ്ഞ് നന്നായി വീഴുന്നുണ്ടായിരുന്നു മുകളിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം എത്തി, ഇവർ പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതിനുള്ളിൽ കയറുമ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. ഇത്രയും അടിമുകളിൽ ഇവരിതെങ്ങനെ പണിഞ്ഞു എന്നുള്ളൊരു ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും കേട്ടോ. ഇത്രയും മെറ്റീരിയൽസ് മുകളിലെത്തിക്കണം, അതിനനുസരിച്ച് ലേബർ വരണം, ഒരു മലയുടെ മുകളിലാണ് ഇവരിത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും മനോഹരമായിട്ട് നോർമൽ രീതി തന്നെയാണ് ഇതവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ഫ്ലോറിലും ഓരോന്നാണ് നമുക്ക് കാണാനുള്ളത്. ഞങ്ങൾ ആദ്യം തന്നെ പുറത്തിറങ്ങി നോക്കി എങ്ങനെയാണ് ക്ലൈമറ്റ് എന്നുള്ളത്. അപ്പം തന്നെ മനസ്സിലായി ശരിക്കും വിൻ്റർ പോലും തോറ്റു പോകുന്ന പോലത്തെ സ്നോ സ്റ്റോം. നന്നായിട്ട് വ്യൂ കാണാമെന്ന് പറഞ്ഞ് വന്നതാണ് ഗൈസ്. പക്ഷേ ഇവിടെ ഒടുക്കത്ത മഞ്ഞ്, താഴോട്ട് ഒന്നും കാണത്തില്ല, ഭയങ്കരമായിട്ട് മഞ്ഞ് വീണോണ്ടിരിക്കുക കേട്ടോ. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോൾ ടൈമിലും ഇങ്ങനെ സ്നോ വീഴുന്നത് കാണാനൊരു ഭംഗിയുണ്ട്. ഇത് ഇത്രയും ഹൈറ്റിൽ ഇവർ പണിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഇതിൽ ഓരോ ലെവലുണ്ട്. ഇതിന് മുകളിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ എല്ലാവരും ആകെ മഞ്ഞായിട്ട് കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. ബാൻഫ് കണ്ടോളെ കാണാൻ വന്നവരാണ് കേട്ടോ. അങ്ങനെ ഒടുക്കത്തെ മഞ്ഞായിട്ട് നമ്മൾ അകത്ത് പോകാമെന്ന് വിചാരിച്ചു. അകത്ത് പോയിട്ട് ബാക്കി ഇനി എടുക്കാം. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആക്ച്വലി ഭയങ്കര റേറ്റാണെന്നാണ് പറയണേ. പക്ഷേ നമുക്കൊന്ന് പോയി നോക്കാം. നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. ഇത് രക്ഷയില്ല, ഭയങ്കരമായിട്ട് മഞ്ഞ് വീണോണ്ടിരിക്കുകയാണ്. 2000 അടി മുകളിലാണ്. അത്ര ഹൈറ്റിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ അകത്ത് കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാം കാണിച്ചു തരാവേ. ഇവിടെ കുറേ ഹുഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബാൻഫ് എന്ന് എഴുതിയിട്ടുള്ള. നല്ല റേറ്റാണ്. നോക്കൂ ഗൈസ്, $84.99. നല്ല റേറ്റാണ്. $85 ഹുഡിയൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബാൻഫിൻ്റെതായിട്ടുള്ള. ബാൻഫ് കാനഡ. ഈ മുകളിൽ ഇത്രയും അടി മുകളിൽ ഇതൊക്കെ പണിഞ്ഞ് വെച്ചത് തന്നെ സമ്മതിക്കണം. പിന്നെ നമുക്ക് സൗവീനിയറായിട്ട് മേടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാണിച്ചു തരാം കേട്ടോ. ഇവിടെ സ്നോ റിമൂവ് ചെയ്യുകയാണ്. സ്നോ നന്നായിട്ട് വീണോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സൗവീനിയേഴ്സ് ഉണ്ട്. ഒരെണ്ണം മേടിക്കണം, എന്തായാലും മേടിച്ചു വരണം. എന്തായാലും നോക്കട്ടെ, നല്ലതുണ്ടെങ്കിൽ മേടിക്കാം. ഇവർ രണ്ടുപേരും ഇവിടെ ഓരോ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വല്ലതും നടക്കൂ ഗൈസ്. ബാൻഫ്. ഷോപ്പിലെല്ലാം നോക്കിക്കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഗെയിം കളിക്കാനായിട്ടൊരു സംഭവമാണ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സ്ക്രീനിൽ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് കയറി പോവാം. ഒരു ആരോ പോലെ ഡയറക്ഷൻ വെച്ചിട്ടാട്ടോ കയറി പോകുന്നത്. ഞങ്ങൾ അവസാനം അത് ക്യാമ്പ് സൈറ്റിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനൊരു സാധനം കാണാം. എനിക്ക് തോന്നുന്നു ഓൾറെഡി റെക്കോർഡ് ചെയ്തെടുത്ത സംഭവം തോന്നുന്നു, ശരിക്കും റിയൽ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഗ്രിസ്ലി ബിയറിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഗൗഗർ ഓർത്തത് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതൊരു തിയേറ്ററിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. നമുക്കിവിടെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ തിയേറ്ററിൽ കയറിയേക്കാണ് കേട്ടോ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നോക്കാം. ഇവിടെ ആക്ച്വലി ഒരു വലിയ പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ഇതിനകത്ത് നമുക്ക് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട് ഗൈസ്. ഇത് 3D വെക്കണായിരുന്നല്ലേ. ഇത് പണിഞ്ഞാരെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും ഹൈറ്റില് ഇതിന് താഴെ ഫുള്ള് അത്രയും കാടും മലയുമാണ്. അവിടെ നിന്നിട്ട് ഇവർ ഇത്രയും പണിയണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു വലിയ എഫേർട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. സിപ്പ് ലൈൻ ഇവിടുന്ന് തിരിച്ചു വിടുന്നതാണ്. അവിടുന്ന് കയറി വരുന്നുണ്ട്, ഇവിടുന്ന് തിരിച്ചും വിടുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ മഞ്ഞായാലും കാണാനായിട്ട്. ഇടതൂർന്ന പൈൻ മരങ്ങളും അതിനൊപ്പം മഞ്ഞും ഗൈസ്. നല്ല മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. താഴെയൊക്കെ നല്ല മഞ്ഞാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് മുകളിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. ഇതാട്ടോ അത്. 3rd ഫ്ലോറിലായിട്ടാണ് വരുന്നത്. ഒന്നും വാങ്ങിയതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. നല്ല റേറ്റാണ്. അതുകൊണ്ടൊന്നും വാങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടങ്ങ് ഇറങ്ങി. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. നല്ല മഞ്ഞായി, അതുകൊണ്ടൊന്നും കാണുന്നില്ല. ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ 4ാമത്തെ നിലയിലാണ്. ഇവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്കൊക്കെ ഉണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷേ എന്ത് ചെയ്യാനാ, മഞ്ഞായിപ്പോയി എന്നുള്ളതാണ്. മഞ്ഞില്ലായിരുന്നെങ്കിൽ അടിപൊളി വ്യൂ ആയിരുന്നു തന്നെ കേട്ടോ. ഓ നല്ല വ്യൂ ആയിരുന്നേ. ഫ്ലാഗൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന കേട്ടോ ട്രെയിൻസ്. ഇവിടെ ആക്ച്വലി നല്ല വ്യൂ കിട്ടേണ്ടതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. മഞ്ഞ് വീണോട്ടേയിരിക്കും. ഞങ്ങൾ ഗണ്ടാളിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ സിപ്പ് ലൈനിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വന്നപ്പോൾ താഴെയും ഇതേപോലെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സൗവിനേഴ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ കുറച്ച് കോയിൻസൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. നോക്കൂ, $23 4 കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഗോൾഡ് കോയിൻസ് ഒന്നുമല്ല. ഇതിനകത്ത് ആക്ച്വലി ഗ്രിസ്ലി ബിയറിൻ്റെ പേരും ഒക്കെ വെച്ചിട്ടുള്ളൊരു കോയിനാണ്. ഗോൾഡൊന്നും അല്ല കേട്ടോ. ഇതാണ് നമ്മുടെ സിപ്പ് ലൈൻ. അവിടെ ഒരെണ്ണം വന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം കയറി പോകുന്നുണ്ട്. ഇതിങ്ങനെ കയറി പോയിട്ട് ഇത് എവിടെ എത്തുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സൂം ചെയ്ത് നോക്കാം. ഇത് അവിടെ അതിൻ്റെ ടോപ്പും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ Day 2 വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ട്രിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുക. അപ്പോൾ Day 3 കാണാം. അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്. Day 2. ബൈ.